السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ മറ്റൊരു കിതാബ് വായിക്കാൻ തീരുമാനിച്ചിട്ടാണുള്ളത്. കഴിഞ്ഞ ക്ലാസ് വരെ അൽ ജന്നത്തു വന്നാർ എന്ന് പറയുന്ന ഒരു ചെറു ഗ്രന്ഥമായിരുന്നു നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ക്ലാസ്സോടുകൂടി അത് പൂർത്തിയായി. ഇന്നു മുതൽ നമ്മൾ വായിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കിതാബ് അർബഊന ഹദീസൻ ഫി തൗഹീദ്, തൗഹീദുമായി ബന്ധപ്പെട്ട 40 ഹദീസുകൾ ക്രോഡീകരിച്ച ഒരു ചെറു ഗ്രന്ഥമാണ്. തൗഹീദിൻ്റെ പഠനം, അഖീദ പഠനം ഏറെ പ്രാധാന്യമുള്ള ഒരു പഠനമാണ്. അതുകൊണ്ട് തന്നെ ഹദീസിലൂടെ തൗഹീദുമായി ബന്ധപ്പെട്ട മസ്അലകളെ പഠിക്കുക എന്നതാണ് ഈ ഗ്രന്ഥം നിശ്ചയിക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. തൗഹീദുമായി ബന്ധപ്പെട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ പല പണ്ഡിതന്മാരും എഴുതിയിട്ടുണ്ട്. അതിൽ പല മസ്അലകളും പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഈ ഒരു ഗ്രന്ഥത്തിലൂടെ തൗഹീദുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 40 മസ്അലകളാണ് നമ്മൾ പഠിക്കുന്നത്. ആ 40 മസ്അലകൾ 40 ഹദീസുകളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ ഹദീസും ആ ഹദീസിൽ നിന്ന് തന്നെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് കിട്ടാനുണ്ടാകും. എന്നാൽ ആ എല്ലാ പാഠങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാതെ നമ്മളൊരു ഈ കിതാബിൻ്റെ ഹെഡിങ് വായിക്കുകയും ആ ഹെഡിങ്ങിന് ആ ഹദീസ് എന്തിനാണ് കൊണ്ടുവന്നത്, ആ ഹെഡിങ്ങിൻ്റെ കീഴിൽ ഗ്രന്ഥകർത്താവ് എന്തിനാണ് ഈ ഹദീസ് കൊണ്ടുവന്നത്, ഈ ഹെഡിങ്ങിലെ ഈ മസ്അല പഠിപ്പിക്കാനാണ്, അങ്ങനെ 40 ഹദീസ് പഠിക്കാനാണ്. അപ്പോൾ തൗഹീദുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ മസ്അലകൾ, നമുക്കൊക്കെ അറിയുന്ന മസ്അലകൾ, ആ മസ്അലയും ആ മസ്അലയുടെ തെളിവായി വന്ന ഒരു ഹദീസും നമുക്ക് പഠിച്ചു പൂർത്തിയാക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. വലിയ ആമുഖങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഗ്രന്ഥത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അർബഊന ഹദീസൻ ഫി തൗഹീദ്, തൗഹീദുമായി ബന്ധപ്പെട്ട 40 ഹദീസുകൾ എന്നതാണ് കിതാബിൻ്റെ പേര്. ആധുനികനായ ഒരു പണ്ഡിതൻ ക്രോഡീകരിച്ച കിതാബാണ്. അബു അബ്ദില്ല ഫൈസൽ അൽ ഹാഷിദി എന്ന് പറയുന്ന ഒരു വ്യക്തി ക്രോഡീകരിച്ചതാണ്. തൗഹീദ് എന്നാൽ നമുക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട്, വഹദ യുവഹിദു തൗഹീദൻ, ഏകനാക്കുക എന്നാണ് അർത്ഥം. ഒരാൾ ഏതെങ്കിലും വിഷയത്തിൽ തനിച്ചായാൽ, തുല്യനില്ലാത്തവനായാൽ, അയാൾക്ക് ആ വിശേഷണം അയാൾക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ വിശേഷിപ്പിക്കാനാണ് വാഹദ, വാഹിദ് എന്നൊക്കെ പ്രയോഗിക്കുക എന്ന് ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ ഏകനാക്കുക എന്നതാണ് തൗഹീദ്. അഖീദ ഉലമാക്കളൊക്കെ തൗഹീദിന് നിർവചനം നൽകിയത് ഇഫ്രാദുല്ലാഹി തആല ബിമാ യഖ്തസ്സു ബി, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ്. അതാണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പല പ്രാവശ്യം അത് പറയുകയും കേൾക്കുകയും ചെയ്തതാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളാണ്: 1 ഉലൂഹിയത്ത്, 2 റുബൂബിയത്ത്, 3 അൽ അസ്മാഉ വസ്സിഫാത്ത്. ഈ 3 കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ 3 കാര്യങ്ങളിലും അള്ളാഹുവിനെ ഏകനാക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുക. 1 തൗഹീദുൽ ഉലൂഹിയ്യ, 2 തൗഹീദുർ റുബൂബിയ്യ, 3 തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. എന്നാൽ ചില ഉലമാക്കൾ തൗഹീദിന് നിർവചനം പറയുമ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന സമൂഹത്തെ പരിഗണിച്ച് അവർ കൈകാര്യം ചെയ്യുന്ന മസ്അലയുമായി ബന്ധപ്പെട്ട്, വിഷയവുമായി ബന്ധപ്പെട്ട് തൗഹീദിന് നിർവചനം നൽകിയിട്ട് അത് തൗഹീദ് എന്ന് പറഞ്ഞാൽ
ഇഫ്രാദുല്ലാഹി തആല ബിൽ ഇബാദ, ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കലാണ് എന്ന്. അതായത് തൗഹീദുൽ ഉലൂഹിയ്യ, അതാണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന്. അങ്ങനെ ചില ഉലമാക്കൾ തൗഹീദ് എന്ന കലിമത്തിന് നിർവചനം നൽകാൻ കാരണം, തൗഹീദ് കൊണ്ട് അടിസ്ഥാനപരമായും ലക്ഷ്യം വെക്കപ്പെടുന്നത് തൗഹീദുൽ ഉലൂഹിയ്യയാണ്. തൗഹീദുൽ റുബൂബിയ്യയും തൗഹീദുൽ അസ്മാഉ വസിഫാത്തും നമ്മൾ പഠിക്കുന്നതും സ്ഥിരീകരിക്കുന്നതും തൗഹീദുൽ ഉലൂഹിയ്യക്ക് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള റസൂലുകളെ അതത് സമുദായത്തിലേക്ക് നിയോഗിച്ചയച്ചത് ഉലൂഹിയത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. ഉലൂഹിയത്തിൽ അള്ളാഹുവിനെ ഏകനാക്കാൻ വേണ്ടിയാണ്. ഉലൂഹിയത്തിലെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായം അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിച്ചവരായിരുന്നു. ശേഷം ഇങ്ങോട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായം അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിച്ചവരായിരുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സമൂഹം അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിച്ചവരായിരുന്നു. എന്നല്ല, അവസാന പ്രവാചകൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചവരായിരുന്നു. ചില മുഫസ്സിറുകൾ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള മുഫസ്സിറുകൾ അവരുടെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ എഴുതിയത് മക്കയിലെ മുശ്രിക്കുകൾ റുബൂബിയത്തിൽ തൗഹീദുള്ളവരായിരുന്നു എന്നാണ്. അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ ഒറ്റവാക്കിൽ പൂർണ്ണമായും അവർ അംഗീകരിച്ചു എന്നതായിരുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുകളെയും അവർ അംഗീകരിച്ചിരുന്നു. അതേപോലെ തന്നെ അള്ളാഹു ഇലാഹാണ് എന്നും എല്ലാവരും അംഗീകരിച്ചിരുന്നു. പിന്നെ അവർക്കുണ്ടായ പ്രശ്നം എന്താണ്? അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നിടത്താണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ് എന്നാണ് അർത്ഥം, ആരാധിക്കപ്പെടുന്നവൻ എന്ന്. അപ്പൊ ഇബാദത്തായിട്ട് എന്തുണ്ടോ അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. ഇബാദത്ത് അള്ളാഹുവിന്റെ മാത്രം തനിച്ച അവകാശമാണ്. അൽ ഇബാദത്തു ഹഖ്ഖുൻ സിർഫുൻ മഹ്ദുൻ ലില്ലാഹ്, അള്ളാഹുവിന്റെ മാത്രം തനിച്ച അവകാശമാണ്. ലാ തുസ്റഫു ലി അഹദ്, അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും പോകാൻ പാടില്ല. ലാ ലി മലക്കിൻ മുഖറം വലാ ലി നബിയിൻ മുർസൽ വലാ ലി റജുലിൻ സാലിഹ്, അത് അള്ളാഹുവിന്റെ അടുക്കലേറെ സാബിബ്യമുള്ള മലക്കിന് പോകാൻ പാടില്ല, അള്ളാഹു നിയോഗിച്ചയച്ച ഒരു നബിക്ക് പോകാൻ പാടില്ല, അള്ളാഹുവിന്റെ അടുക്കലേറെ അടുപ്പമുള്ള ഒരു സാലിഹായ വ്യക്തിക്കും പോകാൻ പാടില്ല. ഇബാദത്താണോ അതിന്റെ അവകാശി അള്ളാഹ് മാത്രമാണ്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ വന്നത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമ് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകി, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി, മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി, മരിച്ചു പോയവർക്ക് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്തുകളിൽ നിന്നും നൽകലായി. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു തആല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ റസൂലായി ആ സമൂഹത്തിലേക്ക് അയക്കുന്നത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഉബ്ബാദുൽ ഖുബൂർ, ഖബറാരാധകർ എന്നായിരുന്നു. മരിച്ചു പോയവരുടെ ഖബറുകളെ ദർഗകളാക്കി അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്തുകൾ അവർക്ക് നൽകുന്നവരായിരുന്നു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം. ശേഷമുള്ള ഓരോ പ്രവാചകന്മാരുടെയും സമുദായം ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകി എന്നതാണ് അവരിലേക്ക് ആ പ്രവാചകനെ അള്ളാഹു നിയോഗിക്കാൻ കാരണമായത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല, നാം ഓരോ ഉമ്മത്തിലേക്കും റസൂലിനെ നിയോഗിച്ചയച്ചിട്ടുണ്ട്. അനിയഅ്ബുദുല്ലാഹ വജ്തനിബു താഗൂത്ത്, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ ആകാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്ത വ്യക്തി ശക്തി വസ്തുക്കൾക്ക് ഇബാദത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹു സുബ്ഹാനഹു വതആല അത് പറയുന്നുണ്ട്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഓ പ്രവാചകരെ, അങ്ങേക്ക് മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും ഒരു വ്യക്തിയെയും ഞാൻ പ്രവാചകനായി നിയോഗിച്ചയച്ചിട്ടില്ല. അവർക്ക് ഞാൻ മാത്രമാണ് മഅബൂദ്, ഇബാദത്തിന് അർഹൻ,
അതുകൊണ്ട് എനിക്ക് മാത്രമേ ഇബാദത്ത് നൽകാവൂ എന്ന് വഹി നൽകിയിട്ടല്ലാതെ എന്ന്. അപ്പം ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ഇങ്ങോട്ട് ഈ ഉമ്മത്തിനുണ്ടായ പിഴവ് ഉലൂഹിയത്തിലായിരുന്നു. ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകി എന്നതായിരുന്നു. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജിന്നു വർഗങ്ങളെ സൃഷ്ടിച്ചതിന്റെ ഗായത്ത് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്നു വർഗങ്ങളെ നാം പടച്ചത് ഇബാദത്ത് എനിക്ക് മാത്രമാക്കാനാണ് എന്നാണ്, എനിക്ക് മാത്രം ഇബാദത്ത് നൽകാൻ എന്നാണ്. അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കതിൻ്റെ പ്രസക്തി മനസ്സിലായി. ആ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമാക്കണം എന്ന ലക്ഷ്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സമൂഹം, മനുഷ്യർ അല്ലെങ്കിൽ സൃഷ്ടികൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകിയപ്പോൾ അത് തിരുത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചു. അപ്പൊ അന്ന് മുതലേ ഉണ്ടായ പ്രശ്നം ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള ആയാത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥിരീകരിക്കുന്നത് അള്ളാഹുവിന്റെ ഉലൂഹിയത്താണ്. അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉബൂദിയ്യത്ത്. അള്ളാഹു മാത്രമാണ് മഅബൂദ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു സ്ഥിരീകരിക്കുന്നത്. എന്തുകൊണ്ട് അള്ളാഹു മാത്രം മഅബൂദായി? അള്ളാഹു മാത്രമാണ് മഅബൂദാകാൻ അർഹൻ. ഇബാദത്തായ ഒന്നും അള്ളാഹു അല്ലാത്തവർക്ക് പോകാൻ പാടില്ല. എന്തുകൊണ്ട്? അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അസ്മാകളും അള്ളാഹുവിന്റെ റുബൂബിയത്തുകളും വിശദീകരിച്ചത്. എന്തുകൊണ്ടാണ് അള്ളാഹു മഅബൂദായത്? റബ്ബ് അല്ലായതുകൊണ്ട്. ഇന്ന ഇസ്മിനുടവൻ അള്ളാഹു ആയതുകൊണ്ട്, ഇന്ന സിഫത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹ് അതുകൊണ്ട്, ഇന്ന വിശേഷണങ്ങളുള്ള ഇന്ന നാമങ്ങളുള്ള സകല റുബൂബിയത്തിന്റെയും അധികാരിയായ എല്ലാത്തിൻ്റെയും റബ്ബായ റബ്ബുൽ ആലമീനായ അള്ളാഹു ആയവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളാരാണോ അയാൾക്ക് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ. അപ്പം മഅബൂദ് ആകാൻ യോഗ്യൻ അള്ളാഹ് മാത്രമേ ഉള്ളൂ. അപ്പം മഅബൂദ് അള്ളാഹ് മാത്രമാക്കണമെങ്കിൽ, മഅബൂദ് അള്ളാഹുവിനെ മാത്രമാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചു കൊടുക്കണം. റുബൂബിയത്തിൽ അള്ളാഹു ഏകനാണ്. റബ്ബ് അല്ലാഹ് മാത്രമാണ്. ഈ കണ്ടു കാണുന്ന സകല വസ്തുക്കളുടെയും ഖാലിഖ് അല്ലാഹ് മാത്രമാണ്. ആ കണ്ടു കാണുന്ന സകല വസ്തുക്കളുടെയും സൃഷ്ടിച്ചതിന് ശേഷം അതിനെ ഉടമപ്പെടുത്തിയ മാലിക്കും അള്ളാഹു മാത്രമാണ്. ഉടമപ്പെടുത്തിയ വസ്തുക്കളുടെ നിയന്ത്രിക്കുന്നവൻ മുദബ്ബിർ അതും അള്ളാഹു മാത്രമാണ്. ഈ കണ്ടു കാണുന്ന വസ്തുക്കൾക്ക് ഉപജീവനം നൽകുന്നവൻ റാസിഖ് അള്ളാഹുവാണ്. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ അംഗീകരിച്ചു കൊടുക്കണം. ശേഷം ചർച്ച വരുന്നുണ്ട്. നമ്മൾ അർബഊന ഫിൽ ഹദീസ് ഫി തൗഹീദ് ആണല്ലോ, അർബഊന ഹദീസ് ഫി തൗഹീദ് അതൊരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ റുബൂബിയത്തിനെയും സ്ഥിരീകരിക്കുന്നത് അസ്മാഉ സിഫാത്തിനെയും സ്ഥിരീകരിക്കുന്നത് എന്തിനാണ്? ഉലൂഹിയത്ത് അല്ലാഹ്ക്ക് മാത്രം എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ പ്രവാചകന്മാരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലായി അയച്ചതും ഉലൂഹിയത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് പറഞ്ഞത് യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഓ എൻ്റെ സമുദായമേ, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് നൽകണം, മഅബൂദ് അല്ലാഹ് മാത്രമാണ് എന്നാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ, അഖീദ ഗ്രന്ഥങ്ങൾ രചിച്ച ഉലമാക്കൾ തൗഹീദിന് നിർവചനം പറയുമ്പോൾ ഇഫ്രാദുല്ലാഹി തആല ബിൽ ഇബാദ എന്ന് പറയാൻ കാരണം, ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കലാണ് തൗഹീദ് എന്ന്. അപ്പൊ അതിൽ എന്ത് പെട്ടു? റുബൂബിയത്തും അസ്മാഉ സിഫാത്തും പെട്ടു എന്നതുകൊണ്ടാണ്. ആമായ അർത്ഥത്തിൽ ഉലമാക്കൾ തൗഹീദിന് നിർവചനം പറഞ്ഞത് ഇഫ്രാദുല്ലാഹി തആല ബിമാ യഖ്തസു ബി, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ് എന്ന്. പൊതുവെ നമ്മുടെ നാടുകളിലൊക്കെ ഈ ഒരു നിർവചനം പറയാറുണ്ട്. അപ്പോൾ കുബൂരികളായ ആൾക്കാർ, കബറാളികളെ ആരാധിക്കുന്ന, കബറാളികൾക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന ആൾക്കാർ, അവർ ചോദിക്കണം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് എന്നൊന്ന് അങ്ങനെയൊന്നുണ്ടോ, അതിൻ്റെ ലിസ്റ്റ് താന്ന് പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട് സലഫികളെ. ലിസ്റ്റ് താന്ന് പറഞ്ഞിട്ട്. അപ്പൊ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന് നൽകലാണ്. അള്ളാഹുവിന് മാത്രം
അള്ളാഹുവിൻ്റെ മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ് തൗഹീദ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും സിമ്പിളായ ഒരു മറുപടിയാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ പെട്ടതാണ് ഒന്ന് ഇബാദത്ത്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരിക്കൽ ഒരു യാത്രയിൽ ഒരു മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ, തൗഹീദുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചതാണ്, നിങ്ങൾ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഒന്ന് ലിസ്റ്റ് തരുമോ ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു ലിസ്റ്റും വേണ്ട, ഒറ്റൊരു കാര്യം മതി, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, അത് അള്ളാഹു ഇല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റുകയില്ല. അതാണ് ഉലമാക്കളൊക്കെ ഇഫ്റാദുല്ലാഹി തആല ബിൽ ഇബാദ എന്ന് പറയുന്നത്. ഇബാദത്താണ് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നത്. എന്താണ് ഇബാദത്ത് എന്നുള്ളത് ഇൻഷാല്ലാ നമുക്ക് ശേഷം ചർച്ച ചെയ്യുക. എപ്പോഴാണ് ഒരു അമൽ ഇബാദത്താകുക, ഒരു അമൽ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുമ്പോൾ എപ്പോഴാണ് അത് ശിർക്കാകുക, അള്ളാഹുവിന് അവകാശപ്പെട്ടത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകലാകുക പോലുള്ള കാര്യങ്ങൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ ഇതാണ് തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി തആല ബിമാ യഖ്തസ്സു ബിഹി. ശൈഖ് അവറുകൾ ഈ 40 ഹദീസുകളിൽ ഒന്നാമത്തെ ഹദീസായിട്ട് കൊടുത്തിരിക്കുന്നത് അൽ ഹദീസുൽ അവൽ. അതിന് അദ്ദേഹം കൊടുത്ത ഹെഡിങ് ഫദ്ലു തൗഹീദ്, തൗഹീദിന്റെ ശ്രേഷ്ഠത എന്ന, തൗഹീദ് ഉൾക്കൊണ്ടാൽ കിട്ടുന്ന നേട്ടം അതാണ് ഫദ്ലു തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ ഹെഡിങ്ങിന്റെ കീഴിൽ കൊടുത്ത ഹദീസ് അൻ ഉസ്മാന റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. റവാഹു മുസ്ലിം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ഇബാദത്തിന് അർഹൻ മഅബൂദ് അള്ളാഹു മാത്രമാണെന്ന് അറിഞ്ഞവനായിരിക്കെ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന്. അറിയുക എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈമാനാണ്. ഇൽമ് ഈമാനിന്റെ അർത്ഥത്തിൽ പലയിടത്തും ഉപയോഗിക്കാറുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാത്തി, അവിടെ ഈമാൻ ഇൽമാണ് ഉദ്ദേശം. ഇൽമു പറഞ്ഞെടുത്ത് ഈമാൻ പറഞ്ഞെടുത്ത ഇൽമോട് ഇഅ്തിഖാദുൽ ഖൽബ് അല്ലെങ്കിൽ അമലുൽ ഖൽബാണ് ഈമാൻ കൊണ്ട് ഉദ്ദേശം, ഇൽമു കൊണ്ട് ഉദ്ദേശം. വഹുവ യഅലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയുക എന്ന് പറഞ്ഞാൽ അവൻ അംഗീകരിക്കുക എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവനായി ആരെങ്കിലും മരണപ്പെട്ടാൽ, ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണെന്ന് അംഗീകരിച്ചു കൊണ്ടൊരാൾ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന്. ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണെന്ന് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈമാനാണ്. ഈമാൻ 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ ഒരു അബ്ദിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ അവൻ അംഗീകരിച്ചവനാകൂ, മുഅ്മിനാകൂ. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയെ മനസ്സുകൊണ്ട് അംഗീകരിക്കണം, ഇഅ്തിഖാദു ബിൽ ജനാൻ. രണ്ടാമത്തേത്, മനസ്സുകൊണ്ട് അംഗീകരിച്ച കാര്യത്തെ നാവുകൊണ്ട് പ്രഖ്യാപിക്കണം, ഇഖ്റാറു ബിൽ ലിസാൻ. 3, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ തേടുന്ന തേട്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ തേടുന്ന തേട്ടം അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സ്വഭാവരംഗത്തും പുലർത്തുക എന്നതാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരാൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയും വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സ്വഭാവരംഗത്തും അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുകയും ചെയ്യണം. അപ്പോൾ മാത്രമേ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവനാകൂ, അപ്പേ അവൻ മുഅ്മിനാകൂ. ഹൃദയം കൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ഒരാൾ മുഅ്മിനാകുകയില്ല. നാവ് കൊണ്ട് മാത്രം പ്രഖ്യാപിച്ച ഒരാൾ മുഅ്മിനാകുകയില്ല. ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും മാത്രം പ്രഖ്യാപിച്ച ആളും മുഅ്മിനാകുകയില്ല. മറിച്ച് ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴേ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആളാകുള്ളൂ. ഉലമാക്കൾക്കിടയിൽ ഏറെ ചർച്ചയുള്ളൊരു മസലയാണ് മസ്അലത്തുൽ ഈമാൻ. ഈ 3 കാര്യങ്ങൾ ഈമാനിന്റെ റുക്നാണ്, ഈമാനിന്റെ ഫർളാണ്. ഇതിൽ ഒന്നില്ലാതായാൽ അവന്റെ ഈമാൻ ബാത്തിലാണ്. ഒരാൾ പറയാണ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാൻ തയ്യാറാണ്, അത് പ്രഖ്യാപിക്കാനും തയ്യാറാണ്, എന്നാൽ
അതിൻ്റെ തേട്ടമനുസരിച്ച് ജീവിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അയാൾ കാഫിറാണ്. ഹൃദയം കൊണ്ട് അംഗീകരിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ അയാളും കാഫിറാണ്. അബൂ താലിബിന്റെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടതാണ്. നമ്മുടെ ഉപ്പാല ക്ലാസ് തന്നെ ഒരുപാട് അബൂ താലിബിന്റെ ചരിത്രവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അബൂ താലിബിന്റെ ചരിത്രം കേട്ടതാണ്. അയാൾ ഹൃദയം കൊണ്ട് അംഗീകരിച്ച ആളായിരുന്നു. വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന ലൗലൽ മലാമത വഹദാനി മസബ്ബതൻ ലവജത്തനി സംഹം ബിദാക മുബീന. വലഖദ് അലിംതു, ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്, ബി അന്ന ദീന മുഹമ്മദിൻ, മുഹമ്മദിന്റെ ദീൻ, മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന, ലോകരുടെ ദീനുകളിൽ വെച്ച് ഏറ്റവും നല്ല ദീനാണെന്ന് ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. എൻ്റെ സമുദായം എന്നെ ചീത്ത വിളിക്കുകയും കളിയാക്കുകയും ചെയ്യുമെന്ന പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ ആ ദീനിനെ ഞാൻ അംഗീകരിക്കുന്നത് അതിനൊക്കെ കാണാവുന്നതാണല്ല. വജത്തനി സംഹം ബിദാക മുബീന, വ്യക്തമായി ഞാൻ അതിനെ അംഗീകരിച്ചപ്പോൾ ഹൃദയം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ സത്യമാണെന്ന് അംഗീകരിച്ച ആളാണ് അബൂ താലിബ്. നാവ് കൊണ്ട് പ്രഖ്യാപിച്ചില്ല, പക്ഷേ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് അദ്ദേഹം കാഫിറായിട്ടാണ് മരണപ്പെട്ടത്. നാവ് കൊണ്ട് പ്രഖ്യാപിച്ച ആൾക്കാരാണ് മുനാഫിക്കുകൾ, പക്ഷെ മുനാഫിക്കുകളും കാഫിറുകളാണ്. ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. മുനാഫിക്കുകൾ താങ്കളുടെ അടുക്കലേക്ക് വന്നാൽ അവർ പറയും, ഞങ്ങൾ ഷഹാദത്ത് നൽകുന്നു, ഇന്നക ലറസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു, ഷഹാദ നൽകുന്നു എന്ന് പറയുന്നവരാണ്. പക്ഷെ അള്ളാഹു ഉറപ്പിച്ചു പറയുന്നു, അവർ കളവ് പറയുന്നവരാണ്, ഹൃദയം കൊണ്ട് അംഗീകരിച്ചിട്ടില്ല. അതാണ് അള്ളാഹു പറഞ്ഞത് സൂറത്ത് ബഖറയിൽ, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ. ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലർ പറയുന്നവരുണ്ട്, നാവ് കൊണ്ട് പറയുന്നവരുണ്ട്, ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, നമ്മൾ അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും അംഗീകരിച്ചവരാണ് എന്ന്. വമാഹും ബിമുഅ്മിനീൻ, പക്ഷെ അവർ അംഗീകരിച്ചവരല്ല എന്ന് നാവ് കൊണ്ട് പറയുന്നത് മാത്രമാണ്. അതുകൊണ്ട് നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, ഹൃദയം കൊണ്ട് അംഗീകരിച്ചാൽ മാത്രം പോരാ. ഫിർഔൻ ഈ ഹൃദയം കൊണ്ട് അംഗീകരിച്ച ആളാണ്. ജഹദൂ ബിഹാ വസ്തൈകനതുഹാ അൻഫുസുഹും എന്നാണ് ഫിർഔനെ കുറിച്ചിട്ട് അള്ളാഹു പറഞ്ഞത്. ജഹദൂ ബിഹാ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന ഈ ഹക്കിനെ അവർ നിഷേധിച്ചു. വസ്തൈകനതുഹാ അൻഫുസുഹും, അവിടെ ഹൃദയത്തിൽ നല്ല ഉറപ്പുണ്ടായിട്ടും ഹൃദയത്തിൽ അംഗീകരിച്ച ആളായിരുന്നു ഫിർഔൻ, പക്ഷെ നാവ് കൊണ്ട് പ്രഖ്യാപിച്ചില്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആൾ വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ അംഗീകരിച്ചവനായി ഒരാൾ മരണപ്പെട്ടാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കണം, അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം, അത് വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സ്വഭാവരംഗത്തും ആ അവയവങ്ങൾ കൊണ്ട് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അവയവങ്ങൾ മൂന്ന് അമലുകളാണ്. മൂന്ന് അമലുകൾ. ഒന്ന് അമലുൽ ലിസാൻ, നാവ് കൊണ്ടുള്ള അമല്. രണ്ട് അമലുൽ ജവാരിഹ്, മറ്റ് അവയവങ്ങൾ കൊണ്ടുള്ള അമല്. മൂന്ന് അമലുൽ ഖൽബ്, ഹൃദയത്തിൻ്റെ അമൽ. ഈ മൂന്ന് അമലും ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശമനുസരിച്ചാകണം. അത് പ്രഖ്യാപിച്ചാൽ മാത്രമേ ഒരാൾ മുഅ്മിനാകുകയുള്ളൂ. അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇങ്ങനെയാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ അംഗീകരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശം മൊത്തത്തിലുള്ള അംഗീകാരമാണ്. ഹൃദയം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു, നാവ് കൊണ്ടത് പ്രഖ്യാപിച്ചു. ഇനി ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയും നിരോധനവും നിർദ്ദേശവും അനുസരിച്ചേ ജീവിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതുപോലെ എന്ന് പറഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാകണമെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയും കൂടെ ഉണ്ടാകണം. ഈ രണ്ട് ഷഹാദത്ത് ഒന്നിച്ചുണ്ടാകുമ്പോൾ മാത്രമേ ഷഹാദത്ത് സഹിയാകുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് എവിടെയെല്ലാം വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയും ഉണ്ട്. ഒന്ന് പറഞ്ഞപ്പോൾ മറ്റേത് അതിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ഹദീസിലുള്ളൂ, അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ് വേണ്ട എന്നുള്ള പറഞ്ഞാൽ ഉള്ള വാചകം സഹിയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അംഗീകാരത്തിൽപ്പെട്ടതാണ് മുഹമ്മദ് റസൂലുള്ളാഹിയെ അംഗീകരിക്കുക എന്നുള്ളത്.
അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ച കാര്യങ്ങൾ വെടിയാൻ ഞാൻ തയ്യാറാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്, റസൂലുള്ള ഇബാദത്തായി പഠിപ്പിച്ചതേ ഞാൻ ഇബാദത്താക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കലാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പോൾ റസൂല കൽപ്പിച്ചത് അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന അംഗീകാരമാണ് വേണ്ടത്. എന്നാൽ ഒരാൾ റസൂല കൽപ്പിച്ച ഒരു കാര്യം ചെയ്യാണ്ടിരുന്നാൽ അത് കാഫിറാവോ? ഇല്ല. റസൂല നിരോധിച്ച കാര്യങ്ങളെല്ലാം വെടിയാൻ ഞാൻ തയ്യാറാണ് എന്ന അംഗീകാരമാണ് വേണ്ടത്. എന്നാൽ ഒരാൾ റസൂൽ നിരോധിച്ചൊരു കാര്യം ചെയ്താൽ അയാൾ കാഫിറാകുമോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഒരു കാര്യത്തെ ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അയാൾ കാഫിറാകും. റസൂലുള്ള നിരോധിച്ചൊരു കാര്യം ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കാഫിറാകും. എന്നാൽ റസൂലുള്ള കൽപ്പിച്ചൊരു കാര്യം ചെയ്യാതിരുന്നാൽ കാഫിറാകുകയില്ല, നിരോധിച്ചൊരു കാര്യം ചെയ്താലും കാഫിറാകുകയില്ല. അയാൾ ഹറാമ് ചെയ്ത കുറ്റം കിട്ടും. കാഫിറാകല് അംഗീകരിക്കാതിരിക്കുമ്പോഴാണ്. എന്നതുപോലെയാണ് അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കൽ എന്ന് പറയുമ്പോൾ അള്ളാഹും അള്ളാഹു റസൂലും കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചാലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചെന്നാകുക എന്നതല്ല. അങ്ങനെ അമലുകൾ പ്രാവർത്തികമാക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അംഗീകരിക്കലാണ് അവയവങ്ങൾ കൊണ്ടുള്ള അംഗീകാരം. അമല് നാവ് കൊണ്ട്, ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശം അതാണ്. അള്ളാഹും അള്ളാഹും റസൂലും കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ആരെങ്കിലും ഏതൊരു വ്യക്തിയുണ്ടോ ആ വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന്. അപ്പോൾ അബൂദർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, വഇൻ സന വഇൻ സറഖ, അവൻ വ്യഭിചരിക്കുകയും കക്കുകയും ചെയ്താലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ സന വഇൻ സറഖ, അവൻ വ്യഭിചരിച്ചാലും ശരി കട്ടാലും ശരി. അപ്പോൾ ആശ്ചര്യം കൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, വഇൻ സന വഇൻ സറഖ, അവൻ വ്യഭിചരിക്കുകയും കക്കുകയും ചെയ്താലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ സന വഇൻ സറഖ, അവൻ വ്യഭിചരിച്ചാലും ശരി കട്ടാലും ശരി. മൂന്നാമതും അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വഇൻ സന വഇൻ സറഖ, അവൻ വ്യഭിചരിക്കുകയും കക്കുകയും ചെയ്താലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ സന വഇൻ സറഖ അലാ റഗ്മി അൻഫി അബീ ദർ, അവൻ വ്യഭിചരിച്ചാലും ശരി കട്ടാലും ശരി, അത് അബൂദറിന് ഇഷ്ടമില്ലെങ്കിലും ശരി ഓ സ്വർഗത്തിൽ കയറും. അലാ റഗ്മി അൻഫി അബീ ദർ എന്ന് പറഞ്ഞാൽ അത് അബൂദറിന് ഇഷ്ടമില്ലെങ്കിലും ശരി ഓ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ചെയ്തോൻ എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ല. ദഖലൽ ജന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ യോഗ്യനായി എന്നാണ്. ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവൻ യോഗ്യനായി എന്നാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ യോഗ്യൻ ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആൾ എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കുമോ? സ്വർഗത്തിൽ പ്രവേശിക്കും. നരകത്തിൽ കടക്കൂലേ? നരകത്തിൽ കടക്കുകയും ചെയ്യും. യോഗ്യതയുണ്ടെന്നാണ് അർത്ഥം. നരകത്തിൽ കടക്കൽ എപ്പോഴാണ്? ഹറാമ് ചെയ്താൽ, ഒരാൾ സിന ചെയ്താൽ, ഒരാൾ കട്ടാൽ അയാൾ നരകത്തിൽ പ്രവേശിക്കും. പക്ഷെ നരകത്തിൽ പ്രവേശിക്കുമ്പോഴും അയാൾ ആരാണ്? സ്വർഗത്തിൽ പ്രവേശിക്കാൻ യോഗ്യനാണ്. അതാണ് ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ യോഗ്യനായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹറാമുകൾ ചെയ്താൽ അവന്റെ വിഷയത്തിൽ അള്ളാഹുവിന് രണ്ട് തീരുമാനമാണ്. ഒന്ന്, അവൻക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അത് എത്ര വലിയ തെറ്റായാലും ശരി അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കും, ശിർക്ക് ഒഴികെ. ശിർക്ക് അള്ളാഹുവിൻ്റെ ഇല്ല, മരണത്തിന് ശേഷം പുറത്തു കൊടുക്കൂല. മരണത്തിന് ശേഷം പുറത്തു കൊടുക്കപ്പെടാത്ത ഒരേ ഒരു പാപം ശിർക്കാണ്. മരണത്തിന് ശേഷം മറ്റെന്ത് പാപവും അള്ളാഹു പുറത്തു കൊടുക്കാം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ശിർക്കല്ലാത്ത പാപങ്ങൾ പുറത്തു കൊടുക്കാം. അപ്പോൾ ശിർക്കല്ലാത്ത, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് മരിച്ച ഒരാൾ, അയാൾ മറ്റ് പാപങ്ങൾ ചെയ്ത ആളാണ് എങ്കിൽ ഒന്നുകിൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാം, ഒന്നുകിൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാം. ഇത്രയും പാപങ്ങൾ ചെയ്തിട്ടും അള്ളാഹു പുറത്തു കൊടുത്ത് അത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ, നരകത്തിലേ കടക്കാതെ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നാളെ പരലോകത്ത് ഒരുപാട് പാപങ്ങൾ ചെയ്ത ആൾ വരും. അയാളുടെ ഏടുകൾ അയാളുടെ മുന്നിൽ നിരത്തപ്പെടും. കണ്ണെത്താ ദൂരത്തായിരിക്കും അയാളുടെ ഏടുകൾ. ആ ഏടുകൾ കണ്ട് അദ്ദേഹം അന്താളിച്ചു പോകും. അയാളെ കുത്തിയിരിക്കും അവിടെ. പുൾ പാപങ്ങൾ മാത്രം നിറക്കപ്പെട്ട ഏടുകൾ.
അപ്പൊ അള്ളാഹു വന്ന് അദ്ദേഹത്തോട് ചോദിക്കും, ഈ ചെയ്ത പാവങ്ങളൊക്കെ നീ അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ അയാൾ പറയും, ഐ റബ്ബ്, തീർച്ചയായും റബ്ബേ, ഞാൻ ഇതൊക്കെ അംഗീകരിക്കുന്നു, ഇതൊക്കെ ഞാൻ ചെയ്ത പാപങ്ങളാണ്. അള്ളാഹു പറയും, നീ പേടിക്കണ്ട, ഇന്ന ദിവസം അനീതി കാണിക്കപ്പെടുകയില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനോട് പറയും, ഒരു കാർഡ് കൊണ്ടുവരാൻ. ആ കാർഡിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ വ്യക്തി പറയും, അല്ലാഹ്, ഈ കണ്ണെത്താ ദൂരത്ത് നിരത്തപ്പെട്ട ഏടുകൾ നിറയെ പാപങ്ങൾ ചെയ്ത ഞാൻ ഈ ഒരു കാർഡ് കൊണ്ട് എങ്ങനെ രക്ഷപ്പെടാനാണ്? അള്ളാഹു പറയും, ഇന്ന ദിവസം അനീതി കാണിക്കപ്പെടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് മീസാൻ കൊണ്ടുവരാൻ വേണ്ടി പറയും, തുലാസ്. ഇയാൾ ചെയ്ത കണ്ണെത്താ ദൂരത്ത് നിറക്കപ്പെട്ട ഏടുകളുടെ പാപകൂമ്പാരം ഒരു തുലാസിന്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയ കാർഡ് മറ്റേ തട്ടിലും വെക്കും. അപ്പോൾ അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കനം തൂങ്ങുകയും അത് താഴോട്ട് താഴുകയും മറ്റേത് പൊന്തുകയും ചെയ്യും. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്ത് അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കും. അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. കാരണം അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാണ്. പാപം ചെയ്തതിന് പല കാരണങ്ങൾ ഉണ്ടാകാം, അള്ളാഹു ആലം, അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ട് അയാൾ ആ ഹറാമുകളൊക്കെ ചെയ്തു, അള്ളാഹുവിന് കാരണങ്ങൾ ഉണ്ടാകാം. അള്ളാഹുവാണ് ഒരാളുടെ ഹൃദയം അറിയുന്ന ആൾ. വേറൊരു രണ്ട് വ്യക്തിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ രണ്ട് വ്യക്തിയെയും വിചാരണ ചെയ്യും. വിചാരണയ്ക്ക് ശേഷം രണ്ടുപേരും നരകത്തിന്റെ അവകാശികളാണ് എന്ന് എഴുതപ്പെടും. ആ രണ്ടുപേരും നരകത്തിലേക്ക് നടന്നു പോകുമ്പോൾ അതിലൊരു വ്യക്തി തിരിഞ്ഞു നോക്കും. അപ്പോൾ അള്ളാഹു ചോദിക്കും, എന്തേ? അപ്പോൾ ആ വ്യക്തി പറയും, റബ്ബേ, ഞാൻ നരകം പ്രതീക്ഷിച്ചിരുന്നില്ല, ഞാൻ സ്വർഗത്തിന്റെ ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അള്ളാഹു പറയും, ഇവിടെ വാ, നീ സ്വർഗത്തിൽ പോയിക്കോന്ന് പറയും. നരകത്തിലേക്ക് നടന്നു പോകുന്ന വ്യക്തിയെ തിരിച്ചു പിടിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. കാരണം അള്ളാഹു നല്ല വിചാരമായിരുന്നു, ഞാൻ സ്വർഗത്തിൽ പോകുന്ന ആളെന്നാണ് അയാൾ വിചാരിച്ചത്. അവിടെ നിന്ന് അള്ളാഹു മാപ്പ് കൊടുത്തു. അത്ര വിശാലമായ കരുണയുള്ള ആളാണ് അള്ളാഹ്. അതാണ് ഏത് പാവവും സ്വന്തത്തോട് അക്രമം ചെയ്ത് എൻ്റെ അടിമകളോട് പറഞ്ഞ നബിയെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, സകല പാപങ്ങളെയും അള്ളാഹു മാപ്പാക്കുന്നതാണ് എന്ന്. അള്ളാഹുവിന് അത് വിഷയമുള്ള കാര്യമേ അല്ല. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുന്നത് കാഫിറുകളാണ്. മുഅ്മിനീങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുകയില്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികൾ വിളിച്ചു പറയുന്ന ഒരു ഹദീസ്, ഖുദ്സിയായ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അള്ളാഹ് പറയാൻ, ഓ ആദം സന്തതി, നീ എന്നെ പ്രതീക്ഷിക്കുമ്പോഴെല്ലാം, നീ എന്നോട് ദുആ ചെയ്യുമ്പോഴെല്ലാം ഞാൻ നിനക്ക് പുറത്ത്, നീ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോഴെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരും. നീ ഭൂമി നിറയെ പാപങ്ങളുമായി വരികയും നീ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ ഞാൻ നിനക്ക് പുറത്തു തരും. എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല. നീ ആകാശം മുട്ടെ പാപങ്ങളുമായി എന്നെ കണ്ടുമുട്ടുകയാണെങ്കിൽ, നീ എന്നെ കണ്ടുമുട്ടുമ്പോൾ നീ എന്നിൽ പങ്കുവെക്കാതെ ശിർക്ക് ചെയ്യാതെയാണ് നീ എന്നെ കണ്ടുമുട്ടുന്നത് എങ്കിൽ ആകാശം മുട്ടെ മഗ്ഫിറത്തുമായി ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നതാണ് എന്ന്. ഭൂമി മുതൽ ആകാശം വരെ പാപങ്ങൾ നിറച്ചിട്ടാണ് നീ വരുന്നത് എൻ്റെ അടുത്തേക്ക്. പക്ഷെ നീ എന്നെ കണ്ടുമുട്ടുമ്പോൾ നീ ഒരു മുവഹിദാണ് എങ്കിൽ ആകാശം മുട്ടെ മഗ്ഫിറത്തുമായി ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നതാണ് എന്ന് ആദം സന്തതി, ആദം സന്തതി എന്ന് വിളിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അതാണ് അള്ളാഹുവിന്റെ ഒന്നാമത്തെ തീരുമാനം. അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പാപമാണോ ആ മുവഹിദ് ചെയ്തത്, ആ പാപത്തിന് അള്ളാഹു നിശ്ചയിച്ച ശിക്ഷ നൽകും. ആ ശിക്ഷ നൽകാൻ തീരുമാനിച്ച ആളുടെ വിഷയത്തിലും പണ്ഡിതന്മാർ പറയുന്നത് കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ തീരുമാനിച്ച ആൾ ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സാലിഹീങ്ങളുടെയോ മലക്കുകളുടെയോ ശുഹദാക്കളുടെയോ ഷഫാഅത്തിലൂടെ അള്ളാഹു മാപ്പാക്കി കൊടുക്കും, സ്വർഗത്തിലേക്ക് അടുത്തത്. റസൂൽ നമുക്ക് കൊണ്ട് ഷഫാഅത്ത് ചെയ്യും. സാലിഹീങ്ങൾ, സിദ്ദീഖുകൾ, മലായിക്കത്തുകൾ, അവരൊക്കെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹു ഷഫാഅത്ത് നൽകാൻ അനുമതി കൊടുത്ത ആൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും. അതിൽപ്പെടാം ഈ മുവഹിദ്. ഷഫാഅത്ത് ആർക്കുള്ള ഒന്ന്, നരകത്തിൽ കടക്കാൻ തീരുമാനിക്കപ്പെട്ട ആളെ നരകത്തിൽ കടത്താതിരിക്കാനുള്ള ഷഫാഅത്തുണ്ട്. നരകത്തിൽ കടത്തിയ ആളെ എത്രയും പെട്ടെന്ന് തന്നെ സ്വർഗത്തിൽ കടത്താൻ, തിരിച്ച് നരകത്തിൽ നിന്ന് പുറത്ത് മോചിപ്പിക്കാനുള്ള ശുപാർശയുണ്ട്. അപ്പോൾ മുവഹിദായ ആൾ ഇതിലെല്ലാം പെടാം.
നരകത്തിൽ കടക്കുന്നതിന് മുമ്പേ ശുപാർശയിലൂടെ അയാൾ സ്വർഗത്തിൽ പോകാം, ശിക്ഷിക്കപ്പെട്ട ആൾ തന്നെ. ഇനി ആ ശുപാർശയിൽ പെട്ടിട്ടില്ല എങ്കിൽ അയാൾ എന്ത് തെറ്റാണ് ചെയ്തത് ആ തെറ്റിന് ശിക്ഷ നൽകിയതിന് ശേഷം അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. മുവഹിദ് നരകത്തിൽ കാലാകാലമാകുകയേ ഇല്ല, കാഫിർ സ്വർഗത്തിൽ കാലാകാലമാകാത്തതുപോലെ. അതാണ് ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവൻ യോഗ്യനായി. തെറ്റ് ചെയ്തെങ്കിൽ ആ തെറ്റിന് ശിക്ഷ കിട്ടിയതിന് ശേഷം അവൻ സ്വർഗത്തിലേക്ക് വരും. ലാസ്റ്റ് മുഅ്മിനിന്റെ മുവഹിദിന്റെ മടക്കസ്ഥാനം, അഭയസ്ഥാനം സ്വർഗമാണ്, ജന്നയാണ്. കാഫിറിൻ്റെത് നരകവുമാണ്. അതുകൊണ്ട് തന്നെ കാഫിർ സ്വർഗത്തിൽ കാലാകാലം ഉണ്ടാകൂല, മുഅ്മിൻ നരകത്തിലും കാലാകാലം ഉണ്ടാവില്ല. കാഫിർ സ്വർഗത്തിൽ കടക്കുകയേ ഇല്ല, മുഅ്മിൻ നരകത്തിൽ കടക്കും, ശിക്ഷ അനുഭവിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് പോകും. ഇതാണ് ഇത് തൗഹീദിന്റെ ശ്രേഷ്ഠതയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ശ്രേഷ്ഠതയാണ്. ധാരാളക്കണക്കിന് ഹദീസുകളുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശ്രേഷ്ഠത വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ തന്നെ. ഫദ്ലുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഏതാനും ചിലത് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസ് അൽ ഹദീസു സാനി. രണ്ടാമത്തെ ഹദീസ് അദ്ദേഹം ആ ഹദീസിന് വേണ്ടി കൊടുത്ത ഹെഡിങ് അത്തൗഹീദു അവ്വലു വാജിബിൻ അലന്നാസ് വ അവ്വലു മാ യുദ്ആ ഇലൈഹി അന്നാസ്. തൗഹീദ് ജനങ്ങളുടെ മേൽ നിർബന്ധമാകുന്ന ആദ്യത്തെ കാര്യം തൗഹീദാണ്. ജനങ്ങളെ ആദ്യം ക്ഷണിക്കേണ്ടതും തൗഹീദിലേക്കാണ്. ഇതാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. വളരെ പ്രസക്തമായ രണ്ട് കലിമത്തുകളാണ്. ഒന്ന്, ഒരാളുടെ മേൽ ആദ്യം വാജിബാകുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉരുവിടലാണ്. അന്ന് ആദ്യം വാജിബാകുന്നത്. ഇങ്ങനൊരു ഹെഡിങ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ കൊടുക്കാൻ കാരണം ബിദഈകൾ ഈ വിഷയത്തിൽ പഴച്ചു പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് അശ്അരികൾ, അവർ ബിദഈകളാണ്, ളാലികളാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്ന് പഴച്ചു പോയ ഒരു ഫിർഖത്താണ്. ഉലമാക്കൾ കുഫ്റാണെന്ന് ആരോപിച്ച 8ഓളം മസ്അലകൾ സ്വന്തം അഖീദയായി പേർന്നവരാണ് അശ്അരികൾ. സലഫുകൾ കുഫ്റാണെന്ന് വിശേഷിപ്പിച്ച പല മസ്അലകളും ഇവരുടെ അഖീദയാണ്. അങ്ങനെ പേച്ചു പോയ ഒരു ഫിർഖത്താണ്, ഒരു ഗ്രൂപ്പാണ് അശ്അരികൾ. അവരുടെ അടുക്കൽ അവ്വലു വാജിബ് നളറാണ്, ചിന്തിക്കലാണ്. ആദ്യം അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കണം. അതിൽ അവരുടെ ചില ഉലമാക്കൾ എഴുതിയത്, അശ്അരികളുടെ ചില ഉലമാക്കൾ എഴുതിയത് ചിന്തയിൽപ്പെട്ടതാണ്, അള്ളാഹ് ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കണം. അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ പറയാറുണ്ട്, ഒരു കുട്ടി ജനിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. തൗഹീദിലായി ശുദ്ധപ്രകൃതത്തിലായിട്ടാണ് ഓരോരുത്തരും ജനിക്കുന്നത്. ശുദ്ധപ്രകൃതത്തിൽ ജനിച്ച സാധാരണക്കാരെ ആദ്യം കാഫിറാക്കുകയാണ് അശ്അരികൾ ചെയ്യുന്നത് എന്ന്. അള്ളാഹ് അംഗീകരിച്ച ശുദ്ധപ്രകൃതത്തിൽ ജനിച്ച കുട്ടിയെ അശ്അരികൾ, അതുകൊണ്ട് തന്നെ അശ്അരി അഖീദ എന്താണെന്ന് സാധാരണക്കാർ അറിഞ്ഞിരുന്നുവെങ്കിൽ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് പേടിച്ചോടുന്നത് പോലെ അശ്അരി അഖീദയിൽ നിന്നും പേടിച്ചോടുമായിരുന്നു എന്ന് ഉലമാക്കൾ സലഫി പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ഞാൻ അശ്അരിയ എന്ന് പറയുന്ന സാധാരണക്കാരൻ പോട്ടെ, മുസ്ലിയാക്കന്മാർക്കും മൗലവിമാർക്കും അശ്അരി അഖീദയിലെ പ്രയോഗങ്ങൾ പലതും അറിയില്ല. അത്ര പേച്ച ഗുരുതരമായ അപകടം നിറഞ്ഞ വിശ്വാസ സംഹിതയാണ് അശ്അരി അഖീദ, അശ്അരി വിശ്വാസ സംഹിത. നമുക്ക് പ്രത്യേകം പഠിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലുള്ള പലരും ഭൂരിഭാഗവും അശ്അരികളാണ്. സമസ്തക്കാർ അശ്അരികളാണ്, തബ്ലീഗുകാർ അശ്അരികളാണ്. നമ്മൾ അശ്അരി അഖീദയിലാണെന്ന് പറയുന്നവരും പള്ളി ദർസുകളിൽ, അവരുടെ അറബി കോളേജുകളിൽ അശ്അരി അഖീദ പഠിപ്പിക്കുകയും ചെയ്യുന്നവരൊക്കെയാണ്. ഓരോള്ള വിഷയമാണ്. അപ്പോൾ അശ്അരികൾ പറയുന്നത് ആദ്യം ചിന്തിക്കുകയാണ് വേണ്ടത്. അതാണ് അവ്വലു വാജിബ്. അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് ഉണ്ടോ ഇല്ലയോ, ഇതൊക്കെ അള്ളാഹ് ഉണ്ടോ ഇല്ലയോ ചിന്തിക്കാന്ന് പറഞ്ഞാൽ ഈ കണ്ടു കാണുന്ന വസ്തുക്കളൊക്കെ മഖ്ലൂഖാണ്, മുഹ്ദസാണ്, ഉണ്ടാക്കപ്പെട്ടതാണ്. കുല്ലു മുഹ്ദസിൻ ഹാദിസ്, എല്ലാ മുഹ്ദസും ഉണ്ടായതാണ്. ലികുല്ലി ഹാദിസിൻ മുഹ്ദിസ്, എല്ലാ ഉണ്ടായതിനും ഉണ്ടാക്കിയാലുണ്ട്. ആ ഉണ്ടാക്കിയാൽ മുഹ്ദസ് അല്ല, ഉണ്ടാക്കപ്പെട്ട വസ്തുവല്ല, ഉണ്ടാക്കപ്പെട്ട വസ്തുവിലുള്ളതല്ല, ഉണ്ടാക്കപ്പെട്ട വസ്തുവിൻ്റെ ഉള്ളിലോ പുറത്തോ ഉള്ളതല്ല, ഉണ്ടാക്കപ്പെട്ട വസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഒരാൾ ഉണ്ടാവണം, അയാളാണ് മുഹദിസ്. അങ്ങനെ ഒരു മുഹദിസ് ഉണ്ട്. ആ മുഹദിസാണ്, ആ മുഹദിസ് ആലമിൻ്റെ ഉള്ളിലുമല്ല ആലമിൻ്റെ പുറത്തുമല്ല. അങ്ങനെ പറഞ്ഞ് 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 അങ്ങനെ ഒരു അള്ളാഹ് ഉണ്ട് എന്ന് സ്ഥാപിക്കണം. അവിടെ എത്തുമ്പോഴത്തേക്ക് ആൾ ആയുസ് കഴിയും. അങ്ങനെ അള്ളാഹിനെ കണ്ടെത്തണം.
എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം. ഇതൊക്കെയാണ് അശ്ശരികൾ പറയാ. കുഫറാണ് അവരുടെ റൂട്ടേ തുടക്കേ കുഫറാണ് അശ്ശരികളത്. അതുകൊണ്ട് സലഫിലെ മക്കൾ പറയുന്നത് അവ്വൽ വാജിബ് എന്താണ്? ഒരു അടിമയുടെ മേലെ ആദ്യത്തെ വാജിബ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല. അപ്പോൾ ഒരു കാഫിറായ വ്യക്തി മുസ്ലിം ആകാൻ ആഗ്രഹിച്ചാൽ അയാളുടെ മേലെ ആദ്യം നിർബന്ധമാകുന്നത് എന്താണ്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നൊരാൾ പറഞ്ഞാൽ അയാൾ മുസ്ലിമായി. അതുപോലെ തന്നെ ഒരാളെ ക്ഷണിക്കേണ്ട ആദ്യത്തേത് അവ്വലുമാ യുദാ ഇലൈഹിന്നാസ്, ജനങ്ങൾ ക്ഷണിക്കപ്പെടേണ്ട ആദ്യത്തെ കാര്യം അതും തൗഹീദാണ്. ആദ്യം ദഅവത്ത് ചെയ്യേണ്ടത് തൗഹീദിലേക്കാണ്. തൗഹീദിന് ദഅവത്തിന് മുൻഗണനാക്രമമുണ്ട്. ആദ്യം ദഅവത്ത് ചെയ്യേണ്ടത് തൗഹീദിലേക്കാണ്. ഇന്നത്തെ ദഅവ രംഗത്ത് ഈ ഒരു വിഷയത്തിൽ വലിയ വിള്ളൽ വന്നിട്ടുണ്ട്. തൗഹീദിനെ പാടെ മാറ്റി നിർത്തിക്കൊണ്ട് ചില മതസംഘടനകൾ, ചില രാഷ്ട്രീയ പാർട്ടികൾ അവരൊക്കെ പറയുന്നത്, മുസ്ലിമീങ്ങളെ ഐക്യപ്പെടുത്താൻ വേണ്ടി പറയുന്നത്, സലഫികളെ നിങ്ങൾ തൗഹീദിന്റെ പ്രഭാഷണം നിർത്ത്, തൗഹീദ് പറഞ്ഞ് ഉമ്മത്തിനെ ഭിന്നിപ്പിക്കല്ലേ, ഷിർക്ക് പറഞ്ഞ് ഉമ്മത്തിനെ ഭിന്നിപ്പിക്കല്ലേ, സുന്നത്തും ബിദഅത്തും പറഞ്ഞ് ഉമ്മത്തിനെ ഭിന്നിപ്പിക്കല്ലേ, അത് മാറ്റിവെക്ക്. നമ്മളെ KC റോഡ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഭാഷകൻ, ഒരു മൗലവി പ്രസംഗിച്ചത്, വഹാബികളെ തൗഹീദും ഷിർക്കും പറഞ്ഞ് സുന്നത്തും ബിദഅത്തും പറഞ്ഞ് നിങ്ങൾ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കല്ലേ, RSS ഇന്ത്യ കൊണ്ടുപോകും. അപ്പൊ തൗഹീദും ഷിർക്കും വിഷയമല്ല, സുന്നത്തും ബിദഅത്തും വിഷയമല്ല, ഉമ്മത്ത് ഐക്യപ്പെടണം. ഉലമാക്കൾ എഴുതിയത് ഈ ഉമ്മത്ത് ഭിന്നിക്കുന്നുണ്ട് എങ്കിൽ അത് ഷിർക്കിന്റെ പേരിലാകണം, അത് ബിദഅത്തിന്റെ പേരിലാകണം. ഐക്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് തൗഹീദിന്റെയും സുന്നത്തിന്റെയും പേരിലാകണം. ഇത് രണ്ടിനും മാറ്റിവെച്ചിട്ടുള്ള ഒരു ഐക്യം നമുക്ക് വേണ്ട. തൗഹീദ് വിഷയമല്ലാത്ത ഒരാളുടെ ഐക്യം, ഷിർക്ക് പ്രശ്നമല്ലാത്ത ഒരാളുടെ ഐക്യം നമുക്ക് വേണ്ട. അങ്ങനെ ഈ ഉമ്മത്ത് ഐക്യപ്പെടേണ്ടതില്ല. ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സകല പ്രവാചകന്മാരും ഉമ്മത്തിനെ ഐക്യപ്പെടുത്തിയത് തൗഹീദിലും സുന്നത്തിലുമാണ്. ഈ ഉമ്മത്ത് ഭിന്നിച്ചു പോയത് ഷിർക്കിലും ബിദഅത്തിലുമാണ്. മുശ്രിക്കുകൾ നമ്മളെ കൂടെ ഉണ്ടായ പ്രശ്നമല്ല, മുബ്തദികൾ കൂടെ ഉണ്ടായ പ്രശ്നമല്ല. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന ഐക്യം അനിസ്ലാമികമാണ്. അങ്ങനെ ഒരു ഐക്യം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. തൗഹീദിന്റെ കൊടക്കീഴിലാണ് ഐക്യപ്പെടേണ്ടത്, സുന്നത്തിന്റെ കൊടക്കീഴിലാണ് ഐക്യപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ ഷിർക്കിന്റെ അഹലുകാരോടും ബിദഅത്തിന്റെ അഹലുകാരോടും സലഫികൾ എന്നും സന്ധിയില്ല, സമരത്തിലാണ്. അവരോടൊരു ഐക്യവും പ്രഖ്യാപിക്കുകയില്ല. ഷിർക്കിനോട് ഒരു ഐക്യവുമില്ല, ബിദഅത്തിനോട് ഒരു ഐക്യവുമില്ല. ഒരു ഷിർക്കും തൗഹീദും സമ്മിശ്രമായിട്ടുള്ളൊരു ലയനവും സലഫികൾ അംഗീകരിക്കുകയില്ല. തൗഹീദിന് വേണ്ടി ശബ്ദിക്കുമ്പോൾ ഒറ്റപ്പെട്ടാൽ ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളതാണ് സലഫിയത്ത്. സുന്നത്തിന് വേണ്ടി ശബ്ദിക്കുമ്പോൾ ഒറ്റപ്പെട്ടാൽ ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളതാണ് സലഫിയത്ത്. അപ്പോൾ ആദ്യം ജനങ്ങളെ ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ്. അപ്പോൾ ജനങ്ങളെ കണ്ടാൽ ദാവത്ത് ചെയ്യേണ്ടത്, ദാവത്തിന്റെ മുൻഗണനാക്രമം ഏത് പണ്ഡിതന്മാർ പറഞ്ഞത്, അവ്വലു മാ യുദാ ഇലൈഹിന്നാസു അത്തൗഹീദ്. ജനങ്ങൾ ആദ്യം ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ്. തൗഹീദ് ക്ലിയർ ആയാലാണ് അടുത്തത് പറയേണ്ടത്. എന്നാൽ ബിദഅകൾ ചെയ്യുക, ഏറ്റവും മുഖ്യമായതിനെ മാറ്റി നിർത്തിക്കൊണ്ട് മസ്അല പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് ഇട്ടുകൊണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ, ഫിഖ്ഹി മസ്അലകൾ പ്രശ്നമായി സംസാരിക്കും. അത് മക്കയിലെ മുശ്രിക്കുകളുടെ പ്രശ്നമായിരുന്നു എന്നാണ് ഉലമാക്കൾ എഴുതിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞതാണ്, പ്രവാചകരെ ഫലാ യുനാസിഉന്നക ഫിൽ അംർ, ഈ ദീന്റെ വിഷയത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ താങ്കളോട് തർക്കിക്കാതിരിക്കട്ടെ. വലാ യസുദ്ദുന്നക അൻ ആയാത്തില്ലാ, അള്ളാഹുവിന്റെ ആയാത്തിനെ തൊട്ട് ഇവർ താങ്കളെ തടയാതിരിക്കട്ടെ എന്ന രണ്ടായത്ത് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു. ഉദ്ഉ ഇലാ റബ്ബിക്, രണ്ടായത്തിന്റെയും തൊട്ടർത്ഥ വാചകം ഉദ്ഉ ഇലാ റബ്ബിക്, താങ്കൾ അള്ളാഹുലേക്ക് ദഅവത്ത് ചെയ്യാന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്തത് തൗഹീദിലേക്കാണ്. തൗഹീദാണ് റസൂൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ എപ്പോഴും തൗഹീദായിരുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ കഴിഞ്ഞ് പള്ളി വിട്ടു പോകുന്ന സഹാബകളുടെ ഹൃദയം നിറയെ തൗഹീദായിരുന്നു എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫലാ യുനാസിഉന്നക ഫിൽ അംർ വലാ യസുദ്ദുന്നക അൻ ആയാത്തില്ലാ എന്ന ആയത്തിൽ വിശദീകരിച്ചിട്ട് ഉലമാക്കൾ എഴുതിയത് അവർ മറ്റ് മസ്അലകളുമായിട്ട് രംഗത്ത് വരും. അത് കാര്യാക്കണ്ട. മക്കത്തെ മുശ്രിക്കുകൾ റസൂലുള്ളാഹിയെ പറയും, അല്ല മുഹമ്മദേ, അള്ളാഹു അറുത്തതിന് നിങ്ങൾ കഴിക്കൂല, നിങ്ങൾ അറുത്തതിനെ, നിങ്ങൾ കൊന്നതിനെ നിങ്ങൾ കഴിക്കും,
അള്ളാഹു കൊന്നത് നിങ്ങൾ കഴിക്കൂല, അങ്ങനെ ശരിയാകുക? മരിപ്പിക്കുന്ന അള്ളാഹു അല്ലേ. അപ്പോൾ അള്ളാഹു മരിപ്പിച്ചതിനെ നിങ്ങൾ കഴിക്കൂല, ശവം എന്ന് പറഞ്ഞ് തള്ളും. നിങ്ങൾ കഴുത്തറുത്ത് മുറിച്ച് കൊന്നതിനെ നിങ്ങൾ തിന്നുകയും ചെയ്യും എന്ന മസലയേറ്റ് വരും റസൂലുള്ളാഹിലേക്ക്. ഇന്നമൽ 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 ബൈഉ മിസ്ലുൽ റിബാ, പലിശയും ബൈഉ കച്ചവടമൊക്കെ ഒന്ന് തന്നെയാണ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്, രണ്ടൊന്ന് തന്നെയാണ് എന്നൊക്കെ മസല പറഞ്ഞു വരും. അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി എഴുതി, പ്രവാചകരെ അങ്ങത് നോക്കേണ്ടതില്ല, അള്ളാഹ് പറയാൻ അങ്ങത് നോക്കേണ്ടതില്ല. അവർ താങ്കളുടെ റിസാലത്ത് തന്നെ അംഗീകരിച്ചിട്ടില്ല. റിസാലത്ത് അംഗീകരിക്കാത്ത താങ്കളുടെ വിഷയത്തിൽ താങ്കൾ കൊണ്ടുവന്ന ദീനിന്റെ മസല ചർച്ച ചെയ്യാൻ എന്തിനാണ് അവർ വരുന്നത്? ആദ്യം ചർച്ച ചെയ്യേണ്ടത് റസൂലിന്റെ റിസാലത്തിനെ കുറിച്ചാണ്. അപ്പോൾ തൗഹീദും ആദ്യം മുന്തിക്കേണ്ട, ആദ്യം അംഗീകരിക്കേണ്ട കാര്യം അംഗീകരിക്കാത്തവരോട് അതിന്റെ അടിയിലുള്ള മസല ചർച്ച ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? അതിലേക്ക് താങ്കൾ പോകേണ്ടതില്ല. ഉദ്ഉ ഇലാ റബ്ബിക്, താങ്കൾ താങ്കളുടെ റബ്ബിലേക്ക് ദാവത്ത് ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു എന്നാണ്. അപ്പോൾ ആദ്യം തൗഹീദാണ്. തൗഹീദ് അംഗീകരിക്കാത്ത ഒരു കൗമിനോട് മറ്റ് മസലകളിൽ തർക്കിക്കുന്നത് വിഡ്ഢിത്താണ്. ആളത് അംഗീകരിച്ചിട്ടും കാര്യമില്ല. കാരണം തൗഹീദാണ് ആദ്യം അംഗീകരിക്കേണ്ടത്. അവ്വലു മാ യുദ്ആ ഇലൈഹി അന്നാസ് അത്തൗഹീദ് എന്ന ഈ ഹദീസിന്റെ കീഴിൽ അദ്ദേഹം കൊണ്ടുവന്ന ഹദീസ്, ഈ ഹെഡിങ്ങിന്റെ കീഴിൽ അദ്ദേഹം കൊണ്ടുവന്ന ഹദീസ്, അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹീന ബഅസഹു ഇലൽ യമൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തെ യമനിലേക്ക് ദായിയായിട്ട് അയച്ചപ്പോൾ റസൂല പറഞ്ഞു, ഇന്നക സതഅതി ഖൗമൻ അഹ്ല കിതാബ്. ഓ മുആദ്, താങ്കൾ വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു കൗമിലേക്കാണ് പോകുന്നത്. ഫൈദാ ജിഇതഹും, താങ്കൾ അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഫദ്ഉഹും ഇലാ അൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അവർക്ക് എത്തിക്കഴിഞ്ഞാൽ താങ്കൾ അവരെ ക്ഷണിക്കണം, അൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം, വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കണം. ഫൈൻഹും അതാഉ ലക ബിദാലിക്, ഈ പറയപ്പെട്ട കാര്യം അവർ അംഗീകരിച്ചാൽ, ആദ്യം അംഗീകരിക്കുന്നതാണ്. ചില റിപ്പോർട്ടുള്ളത് ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അവരെ ക്ഷണിക്കേണ്ട ആദ്യത്തെ കാര്യം അത് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മറ്റു റിപ്പോർട്ടുകൾക്ക് വന്നിട്ടുണ്ട്. അത് അംഗീകരിച്ചാലാണ് ഫഅഖ്ബിറുഹും അന്നല്ലാഹ ഖദ് ഫറള അലൈഹിം ഖംസ സലവാതി ഫി കുല്ലി യൗമിൻ വലൈല, എല്ലാ രാവിലും പകലിലുമായി 5 വക്ത് നിസ്കാരം അവർക്ക് ഫറളാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തൗഹീദാണ്. തൗഹീദ് അംഗീകരിച്ചവർക്കാണ് നിസ്കാരം. തൗഹീദ് സഹിയല്ലാത്തവരുടെ നിസ്കാരം സഹിയാകുകയില്ല. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ തൗഹീദ് ഷർത്താണ്. മുവഹിദ് അല്ലാത്ത ഒരാളുടെ ഓരോ കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഒരാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ, കബറാളിയോട് തേടുന്ന ആളാണ് എങ്കിൽ, ഉറൂസ് നടത്തുന്ന ആളാണ് എങ്കിൽ, ഗർഗയുള്ളവർക്ക് വേണ്ടി നേർച്ച വഴിപാട് നടത്തുന്ന ആളാണെങ്കിൽ, അയാൾ 60 കൊല്ലം നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവൂല, 60 കൊല്ലം നോറ്റ നോമ്പ് സഹിയാകൂല, 60 കൊല്ലം കൊടുത്ത സക്കാത്തും സഹിയാകൂല, 60 കൊല്ലം ചെയ്ത ഹജ്ജും സഹിയാകൂല. കാരണം സലാത്ത്, സൗമ്, സക്കാത്ത്, ഹജ്ജ്, ഈ 4 അമലുകൾ സ്വീകരിക്കപ്പെടാൻ തൗഹീദ് ഷർത്താണ്, നിബന്ധനയാണ്. അപ്പോൾ തൗഹീദ് അംഗീകരിച്ചവരാണ് പറയേണ്ടത് നീ നിസ്കരിക്കണം എന്നുള്ളത്. നിസ്കാരം അവർ അംഗീകരിച്ചാൽ വൈൻഹും അതാഉ ലക ബിദാലിക്, നിസ്കാരം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഫഅഖ്ബിർഹും അന്നല്ലാഹ ഖദ് ഫറള അലൈഹിം സദഖതൻ തുഖദു മിൻ അഗ്നിയായിഹിം ഫതുറദ്ദു അലാ ഫുഖറായിഹിം, അവർക്ക് സദഖ, ഇവിടെ സദഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സക്കാത്താണ്, സക്കാത്ത് അവരുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് പറയണം. അപ്പം നിസ്കാരം അംഗീകരിക്കാത്ത ഒരാളോട് സക്കാത്ത് കൊടുക്കാൻ പറയുന്ന കാര്യമില്ല. നിസ്കാരം അംഗീകരിക്കാത്ത കാഫിറാണ്. ഉലമാക്കൾ പറഞ്ഞത് നിസ്കാരം ഉപേക്ഷിച്ചാൽ കാഫിറാകുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ സഹാബാക്കൾക്കിടയിൽ ചർച്ചയുണ്ടെന്നാണ്. കർമ്മം ഉപേക്ഷിച്ചാൽ കാഫിറാകുമോ ഇല്ലയോ എന്ന് ഉലമാക്കൾ ചർച്ച ചെയ്ത ഏക കർമ്മം നിസ്കാരമാണ് എന്നാണ്. ബാക്കി ഒരു കർമ്മവും ഉപേക്ഷിച്ചാൽ കാഫിറാകുമോ ഇല്ലയോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടില്ല. എന്നാൽ നിസ്കാരം നിഷേധിച്ചാലല്ല, ഉപേക്ഷിച്ചാൽ കാഫിറാകുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ചില ഉലമാക്കൾ ചെയ്ത് ഒരാൾ ഒരു വക്ത് നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അത് കാഫിറാണെന്നാണ്. ഒറ്റ നിസ്കാരം, ഒരു ളുഹർ അല്ലെങ്കിൽ ഒരു അസർ ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അയാൾ കാഫിറാണ്. നിഷേധിച്ചാലല്ല, ഫർളാണെന്ന് അംഗീകരിക്കുന്നു, നിസ്കരിക്കേണ്ടതാണ് അംഗീകരിക്കുന്നു, നിസ്കരിച്ചിന് കുറ്റം കിട്ടുമെന്നൊക്കെ അംഗീകരിക്കുന്നു, ചെയ്താൽ അത് ഹറാം, നിസ്കരിക്കാതിരിക്കില്ല ഹറാമാണെന്നൊക്കെ അംഗീകരിക്കുന്നു, പക്ഷേ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അത് കാഫിറാണ് എന്ന് വരെ പറഞ്ഞ ഉലമാക്കളുണ്ട്. നിസ്കാരത്തെക്കുറിച്ച് മാത്രമാണ് ഉലമാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിസ്കാരം അംഗീകരിക്കാത്ത ഒരാൾ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി എഴുതിയത്, ഒരാൾ
കള്ള് കുടിക്കുന്നതിനേക്കാളും വ്യഭിചരിക്കുന്നതിനേക്കാളും കക്കുന്നതിനേക്കാളും കൊല ചെയ്യുന്നതിനേക്കാളും ഗുരുതരമായ പാപമാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് എന്ന്. അപ്പോൾ നിസ്കാരം അംഗീകരിച്ചാൽ പിന്നെ അടുത്തത് സക്കാത്ത്. നിസ്കരിക്കാത്തവർക്ക് സക്കാത്ത് നിർബന്ധമില്ല. അവൻ്റെ സക്കാത്ത് സ്വീകരിക്കലോ കാഫിറാണ്, അവൻ്റെ സക്കാത്ത് സഹിയാകുകയില്ല. സക്കാത്ത് കൊടുക്കേണ്ട അവരുടെ പണക്കാരിൽ സ്വീകരിക്കുകയും അവരുടെ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യണം. ഈ വാചകത്തെ എടുത്തിട്ട് പണ്ഡിതന്മാർ ഒരു മസല പറഞ്ഞിട്ടുണ്ട്. അതത് നാട്ടിലുള്ള പണക്കാരുടെ സമ്പത്ത് സക്കാത്ത് കൊടുക്കേണ്ടത് അതത് നാട്ടിലെ ഫുഖറാക്കൾക്കാണ് എന്ന് ഈ ഒരു ഭാഗത്തെ എടുത്തുകൊണ്ട് എന്ന കലിമത്ത് അവരുടെ പണക്കാരിൽ നിന്നും പണമെടുക്കുകയും അവരുടെ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യണം എന്ന വാചകം. ഫൈനുഹും അതാഉലക ബിദാലിക, ഇനി സക്കാത്ത് അംഗീകരിച്ചാൽ ഫഇയ്യാക വഖറായിമ അംവാലിഹിം, സക്കാത്ത് എടുക്കുമ്പോൾ നീ സൂക്ഷിക്കണം, മുന്തിയ ഇനം വസ്തുക്കൾ നീ സക്കാത്തായി എടുക്കരുത്. കരീമത്തുൻ എന്നതിന് ജംആണ് കറായിം എന്ന് പറഞ്ഞാൽ അന്ന് സഹാബാക്കൾ ഒട്ടകത്തിൻ്റെയും കുതിരയുടെയൊക്കെ പശുക്കളുടെയൊക്കെ ഉടമസ്ഥന്മാരാണ്, മുതലാളിമാരാണ്. അപ്പോൾ സക്കാത്ത് നിർബന്ധമായ വസ്തുക്കൾ ഒട്ടകം, അതേപോലെ തന്നെ ആട്, പശു, ഇതൊക്കെ സഹാബാക്കളുടെ കൈകളിലുണ്ട്. അപ്പോൾ മുആദ് നീ അവിടെ നിന്ന് സക്കാത്തായി സ്വീകരിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? മുന്തിയ ഇനം ഒട്ടകത്തെ എടുക്കരുത്, മുന്തിയ ഇനം പശുവിനെയും ആടിനെടുക്കരുത്. ഒരു മുത്തവസിതായ മിഡിലുള്ള വസ്തുക്കൾ എടുക്കേണ്ടത്, മുന്തിയ ഇനം നീ എടുക്കരുത് എന്ന്. വളരെ കേടുപാടുള്ളത് എടുക്കരുത്, ഇതിൻ്റെ ഇടയിലുള്ളതാണ് എടുക്കേണ്ടത് എന്ന്. അത് നീ അവരോട് അക്രമം കാണിക്കരുത്. വത്തഖി ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവന്റെ ദുആഇനെ നീ സ്വീകരിക്കുക, നീ സൂക്ഷിക്കുക. ഫഇന്നഹു ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബ്, ആക്രമിക്കപ്പെട്ടവന്റെ ദുആഇന്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ആക്രമിക്കപ്പെട്ടവന്റെ ദുആ പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് എന്ന്. അത് നീ സൂക്ഷിക്കണം. നീ മറ്റൊരു അക്രമം ഉണ്ടാക്കരുത്, അവരുടെ മുന്തിയ ഇനം വസ്തുക്കളൊക്കെ എടുത്ത് അവരെ പ്രയാസപ്പെടുത്തരുത് എന്ന് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. ഇതാണ് ഹദീസ്. ഈ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസ് ഇദ്ദേഹം ഈ ഹദീസിലേക്ക് കൊണ്ടുവന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, നീ വേദഗ്രന്ഥം നൽകപ്പെട്ട ആ കൗമിലേക്ക് യമനിലുള്ള അവരെ ദാവത്തിന് വേണ്ടി പോകുമ്പോൾ ആദ്യം ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ് എന്നാണ്. അപ്പോൾ ഒരാൾ ആദ്യം അംഗീകരിക്കേണ്ടത് തൗഹീദാണ് എന്നിട്ട് ആദ്യം ക്ഷണിക്കേണ്ടത് തൗഹീദിലാകുമ്പോൾ ആദ്യം അംഗീകരിക്കേണ്ടതും തൗഹീദാണ്. അതുകൊണ്ടാണ് രണ്ടിൻ്റെയും ഒന്നിച്ചു കൊടുത്തത്. ഒരു വ്യക്തിയുടെ മേലെ ആദ്യം വാജിബാകുന്നത് തൗഹീദാണ്, ഒരു വ്യക്തിയെ ആദ്യം ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ് എന്ന്. ഹാദാ വല്ലാഹു അലം. നിർത്താലേ? ഹാദാ വല്ലാഹു അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അലം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.